മലയാളത്തിൽ നിന്ന് ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഈ ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു സിനിമയാണ് മധുവിധു. ഷറഫുദ്ദീൻ, ജഗദീഷ് ഏട്ടൻ, അസീസ് നെടുമങ്ങാട് ഇവരൊക്കെ അഭിനയിച്ച മധുവിധു സോണി ലിവിലാണ് സ്ട്രീമിങ്. ഷറഫുദ്ദീൻ ഒരു കംഫർട്ട് സോൺ ഉണ്ട് ഈ ഫീൽ ഗുഡ് സംഭവം. അതൊക്കെ അണ്ണന് കേക്ക് വാക്ക് സാധനമാണ്. അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മറ്റേ ഒരു പടം ഉണ്ടായിരുന്നില്ലേ, പ്രിയൻ ഓട്ടത്തിലാണ്. മധുവിധു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ. കൊച്ചു പടം, നല്ല പടം. നമ്മൾ പലപ്പോഴും OTT സിനിമ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ പലതും ഫാമിലി ആയിട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിനിമയാണ്. ഇന്നത്തെ കാലത്ത് എവിടെ നോക്കിയാലും വയലൻസ് വയലൻസ് വയലൻസ്. പക്ഷേ ഇങ്ങനത്തെ സിനിമയൊക്കെ കുറച്ചായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന നല്ല നല്ല ഇമോഷൻസ് ഉള്ള നല്ല നല്ല ബോണ്ടിങ് ഉള്ള കൊച്ചു പടങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി മിസ്സാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മുടെ മധുവിധു. സോ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഇതിൽ. അതായത് ഒരു വീട്ടില് അച്ഛൻ, മുത്തച്ഛൻ, അമ്മാവൻ, പിന്നെ ഷറഫുദ്ദീന്റെ അനിയൻ, പെണ്ണുങ്ങൾ ആരും ഇല്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഷറഫുദ്ദീന് കല്യാണം നടക്കുന്നില്ല. കാരണം പെണ്ണുങ്ങൾ ആരും ഇല്ലാത്ത വീട്ടിലോട്ട് പെണ്ണുങ്ങളെ വിടാൻ അവർക്ക് ബുദ്ധിമുട്ട്. സോ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്ത് പ്രശ്നം എന്ന്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാന്, അച്ഛൻ, ഏട്ടൻ ഇവര് 3 പേരേ ഉള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ കുക്കിംഗ്, ക്ലീനിങ് ഒരു പരിപാടി അറിയില്ല. ഒരു പണിക്കാരിയെ വെക്കുമ്പോ അവര് പറയുന്നത് പെണ്ണുങ്ങളില്ലാത്ത വീട്ടിലോട്ട് ഞങ്ങൾ വരില്ല. ഐ വാസ് റിയലി ഷോക്ക്. ഇത് കേട്ടപ്പോ ഞാൻ ഞെട്ടി. എന്തായാലും നമ്മൾ പിടിച്ച് തിന്നു ഇവരെ പറഞ്ഞിട്ട്. പിന്നെ ഒരു കല്യാണ ആലോചന വരുമ്പോ സ്ത്രീകൾ ഇല്ലാത്ത വീട്ടിലോട്ട് ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ തരാൻ ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ഒരു റിയാലിറ്റിയാണ്. ദാറ്റ്സ് എ സാഡ് റിയാലിറ്റി. ജഗദീഷ് ഏട്ടനാണ് ഷറഫുദ്ദീന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അവര് തമ്മിലൊരു ബോണ്ടിങ്, അതേപോലെ തന്നെ അസീസ് നെടുമങ്ങാട്, ഷറഫുദ്ദീൻ തമ്മിലൊരു ബോണ്ടിങ്, ഇവര് ഏട്ടൻ അനിയൻ തമ്മിലൊരു ബോണ്ടിങ്, ദാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ സിനിമയിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവരി വൺ അടിപൊളി. ഒരൊറ്റ മനുഷ്യൻ വെറുപ്പിച്ചിട്ടില്ല. ഇതിന്റെ കാസ്റ്റിംഗ് നല്ല രസോടോ. എനിക്ക് വേറെ ഏത് ആക്ടേഴ്സിനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു ക്വാളിറ്റി ഫീൽ കിട്ടിയിട്ടുണ്ടാവില്ല. ആൻഡ് ഷറഫുദ്ദീൻ എന്ന് വെച്ചാൽ പഞ്ചപാവായിട്ടുള്ള ക്യാരക്ടർ. അതൊക്കെ അങ്ങേർക്ക് കേക്ക് വാക്ക് പരിപാടിയാണ്. ഈ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് ഒരു ക്ലൈമാക്സ് പോർഷനിൽ ഷറഫുദ്ദീന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. കിട്ടു സാധനമായിരുന്നു. അണ്ണൻ വേറെ റേഞ്ച് തങ്ക കുടമാണ് അണ്ണൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമയുടെ ക്ലൈമാക്സ്.